നിന്ന് വരുന്നുണ്ട്. കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്നും ലക്ഷങ്ങൾ കവർന്നെന്ന കേസിൽ ദുരൂഹത. പരാതിക്കാരനെ അടക്കം പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. സംഭവത്തിൽ CCTV ദൃശ്യം കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ലക്ഷങ്ങൾ, ഏകദേശം 40 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു എന്നായിരുന്നല്ലോ തുടക്കത്തിൽ വന്ന പരാതി. സംഭവത്തിൽ ഇപ്പോൾ ദുരൂഹതയുണ്ടെന്ന് പറയുന്നു. അതായത് ഇത് ഒരു കെട്ടിച്ചമച്ച പരാതി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആസൂത്രിതമായിട്ടുള്ള നീക്കം ഇതിന് പിന്നിലുണ്ട് എന്നാണോ സംശയിക്കേണ്ടത്? ടോം, കെട്ടിച്ചമച്ച പരാതി എന്ന പൂർണ്ണമായി നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നിലവിൽ പരാതിക്കാരൻ പരാതി നൽകിയിരിക്കുന്നത് ഈ സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിൽ നിന്നും അതിന്റെ ചില്ല് തകർത്ത്, മുൻവശത്തെ ചില്ല് തകർത്ത് അകത്ത് കിടന്ന് അതിൽ ചാക്കിൽ സൂക്ഷിച്ചിരുന്ന 40,25,000 രൂപ മോഷ്ടിച്ചു എന്നാണ്. അത് എവിടുന്ന് വന്ന പണമാണ് എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലീസ് പരിശോധിച്ചിരുന്നു. ഈ പരാതിക്കാരനായ റഹീസിന്റെ കുടുംബം പറയുന്നത് അത് റഹീസിന്റെ പിതാവ് ഒരു കച്ചവട സ്ഥാപനം വിറ്റതുമായി ബന്ധപ്പെട്ട 40 ലക്ഷം രൂപ ലഭിച്ചിരുന്നു. ആ പണം സൂക്ഷിക്കാനായി റഹീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം സ്ഥലത്തില്ലാഞ്ഞ ഒരു സാഹചര്യവുമായിരുന്നു. പിന്നീട് അദ്ദേഹം നിർദ്ദേശിച്ച ആൾക്ക് ഈ പണം നൽകുന്നതിനായി പൂവാട്ടുപറമ്പിലേക്ക് പോയതാണ്. അതുകൊണ്ട് സുരക്ഷിതമെന്ന് കരുതി കാറ് ഈ ആശുപത്രി പാർക്കിങ്ങിലേക്ക് നീക്കിയിടുകയും പുറത്ത് തന്നെ കാണാനായി വന്നിരുന്ന ആളെ കാണാനായി റഹീസ് പോവുകയും ചെയ്തു. ഈ സമയത്താണ് അജ്ഞാതരായ 2 പേരെത്തി ഈ കാറിന്റെ ചില്ല് തകർത്ത് അതിൽ നിന്നും ഈ പണമടങ്ങിയ ചാക്കെടുത്തുകൊണ്ട് പോയതെന്ന പരാതിയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു ചാക്കവുമായി 2 പേർ ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ പ്രതികളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ, തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെയാണ് ആ ദൃശ്യങ്ങൾ പോലീസ് ഇനിയും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ അവരുടെ മുഖമൊക്കെ വ്യക്തമായി തന്നെ ആ ദൃശ്യങ്ങളിൽ ഉണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. തീർച്ചയായും അവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മറുവശത്ത് ചില സംശയങ്ങൾ പോലീസിനുണ്ട്. ഒന്ന്, ഈ ഇത്രയധികം പണം എങ്ങനെ പണമായി, ക്യാഷായി, അല്ലെങ്കിൽ കറൻസി നോട്ടുകളായി എങ്ങനെ ലഭിച്ചു എന്നാണ്. നമുക്കറിയാം, സാധാരണ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വലിയ ഇടപാടുകൾ, അത് 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകളൊക്കെ പൂർണ്ണമായും ഓൺലൈനായി ചെയ്യണം. ഇത്രയധികം കറൻസി നോട്ടുകൾ ഒരുമിച്ച് ഇടപാടുകൾക്ക് ഉപയോഗിക്കരുതെന്നൊക്കെ നിയമങ്ങളുള്ളപ്പോൾ എന്തുകൊണ്ട് ഇത്ര അധികം പണമായി തന്നെ, കറൻസി നോട്ടായി തന്നെ വാങ്ങി എന്നതാണ്. നിയമവിധേയമായ ഒരു കച്ചവടമാണെങ്കിൽ, അല്ലെങ്കിൽ നിയമവിധേയമായി ലഭിച്ച ഒരു പണമാണെങ്കിൽ ഇതിന് കൃത്യമായ അക്കൗണ്ടിങ് വിവരങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ എവിടെയെങ്കിലും രേഖപ്പെടുത്തി ലഭിച്ച പണമാണോ എന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം ആദ്യം തന്നെ നടത്തുന്നു. മറ്റൊന്ന്, ഈ ഭാര്യാപിതാവ് നൽകിയ പണമാണ്, അത് കയ്യിൽ സൂക്ഷിക്കുന്നു. പിന്നീട് അതിൽ മറ്റെന്തെങ്കിലും നാടകങ്ങൾ നടന്നോ എന്ന. എങ്ങനെയാണ് ഈ പണം ലഭിച്ചതായി ഇവർ പറയുന്നത്? കാരണം 40 ലക്ഷത്തോളം രൂപ വാഹനത്തിൽ കൊണ്ടുപോകുന്നു, ഇതിന് ദുരൂഹതയുണ്ടെന്ന് പറയുന്നു. പോലീസിൻ്റെ ഒരു നിഗമനം എന്താണ്? ഇവരെക്കുറിച്ച് എന്തെങ്കിലും ഇതിന് മുൻപ് പരാതി ഉയർന്നു വന്നിട്ടുള്ളതാണോ? അതോടൊപ്പം പണം നഷ്ടപ്പെട്ടവർ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? ടോം, ഈ അടുത്ത കാലത്തായി നമ്മൾ പരിശോധിച്ചാൽ ഇത്തരം ഈ വാഹനങ്ങളിൽ നിന്നൊക്കെ ദുരൂഹ സാഹചര്യത്തിൽ പണം നഷ്ടമാവുന്ന കേസ്. നേരത്തെ തന്നെ കോഴിക്കോട് ഒരു കാറിൽ ഒരു യുവാവിനെ മുളകുപൊടി ദേഹത്ത് ഇട്ട ശേഷം മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച് പണവുമായി ഒരു സംഘം കടന്നുകളഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പരാതി വന്നിരുന്നു. ആ കേസെടുത്തിട്ട് ഒടുവിൽ ഈ പരാതിക്കാരൻ തന്നെ അറസ്റ്റിലാവുന്ന ഒരു സാഹചര്യം. ഒരു വ്യാജ പരാതി ആയിരുന്നു എന്ന്, അതും 2-3 മറ്റുള്ളവർ കൂടെ ചേർത്ത് ആസൂത്രണം ചെയ്ത ഒരു പരാതിയായിരുന്നു. അങ്ങനെ നടത്തിയ ഒരു വ്യാജ കവർച്ചയായിരുന്നു എന്ന് കണ്ടെത്തിയതാണ്. അടുത്തിടെ മലപ്പുറത്ത് ഇതുപോലെ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോകുന്ന വഴിയിൽ ഒരു കവർച്ച നടന്നു. അതിൻ്റെയും പിന്നിൽ ഈ പരാതിക്കാരൻ തന്നെയാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് അത്തരത്തിലൊരു സാധ്യതകളും, അല്ലെങ്കിൽ ആ ഒരു സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയില്ല എന്ന രീതിയിലേക്കാണ് ഇവിടെയും കാര്യങ്ങൾ എത്തുന്നത്. കാരണം ഈ പിതാവ് പണം സൂക്ഷിക്കാൻ ഇയാളെ ഏൽപ്പിക്കുന്നു. ഇതിനുശേഷം ഇയാൾ ഈ പണവുമായി, അല്ലെങ്കിൽ പണം ബാഗിൽ പോലുമല്ല, ഒരു ചാക്കിൽ കെട്ടി, ഒരു ഹാർഡ് ബോർഡിന്റെ കവറിനകത്ത് ഇട്ട ശേഷം അതൊരു ചാക്കിൽ കെട്ടിയാണ് വാഹനത്തിലിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ചാക്കിൽ കെട്ടി ഒരു വാഹനത്തിനുള്ളിൽ ഇടുന്നത് പണമാണ് എന്ന് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് എങ്ങനെ പിടികിട്ടും? അല്ലെങ്കിൽ 40 ലക്ഷം രൂപ ഇയാൾ കൊണ്ടുപോകുന്ന ഈ വാഹനത്തിൽ ഉള്ളിലുണ്ട് എന്ന് ആർക്ക് മനസ്സിലാക്കാൻ കഴിയും? അതുകൊണ്ട് തന്നെ ഇയാളുമായി അടുത്ത് നിൽക്കുന്ന ആളുകളോ, അല്ലെങ്കിൽ ഇയാൾക്ക് കൂടി അറിവുള്ള ആളുകളോ ആവാം ഈ പണം തട്ടിയെടുക്കാൻ വന്നത് എന്ന ഒരു കണക്കൂട്ടൽ പോലീസിനുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് വളരെ വിശദമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം ഈ ഭാര്യാപിതാവ് അടക്കമുള്ളവരിൽ നിന്നും ഇനി മൊഴി ശേഖരിക്കേണ്ടി വരും. നിയമവിധേയമായ പണം
പണമാണോ? ഈ കച്ചവട ഇടപാടുകൾ നടന്നപ്പോൾ അതിന് രേഖയുണ്ടോ? അതോ ഈ കള്ളപ്പണം ആയതിനാലാണോ ഭാര്യാപിതാവ് ഈ പണം സൂക്ഷിക്കാൻ ഇനി റഹീസിനെ ഏൽപ്പിച്ചത്? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ വളരെ വിശദമായ അന്വേഷണത്തിലൂടെ ദൂരീകരിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇതിനകം തന്നെ റഹീസിനെ വളരെ വിശദമായി തന്നെ വ്യക്തമാണ്. MS സനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കവർച്ചാ കേസിലാണ് 40 ലക്ഷത്തോളം രൂപ കവർന്ന കേസിലാണ് പോലീസ് ദുരൂഹത സംശയിക്കുന്നത്.